ഇത് മാസ് ഓട്ടോറിക്ഷസാണ്. ഹീറോൻ്റെ പ്ലഷർ വണ്ടി ജന സർവീസായിട്ട് കയറ്റിയാണ്. ജന സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം, അതേപോലെ വാട്ടർ സർവീസ് ചെയ്യാം. ഇത്രയാണ് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. കമ്പനി ലൈനർ കിടക്കണേ, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും പുതിയ ടയർ കിടക്കണേ, ഹബിനായാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. കമ്പനി ഫിൽറ്ററാണ്, ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണേ, പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ നേരെ അടിച്ച് ക്ലീനാക്കി നമുക്ക് കുറച്ച് പൊടിയൊക്കെ പറഞ്ഞ് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതേപോലെ നമ്മൾ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ പറയത്തൊക്കെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ്റ്റർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ബെൻഡെക്സിൻ്റെ ഭാഗം ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റ് ഓക്കെയാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ല. ബെൽറ്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള ഓട്ടോ ഇല്ല, വലിയ ലോങ് ഡ്രൈവ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിടന്ന് ഓടിക്കോളും. ഇനി അതല്ല, കാരണം ഞാൻ നമുക്കിപ്പോൾ അടുത്ത സർവീസർ എന്തെങ്കിലും കിടന്ന് ഓടും. പക്ഷേ നല്ല രീതിയിലുള്ള ഓട്ടം ഉണ്ട്, നല്ല രീതിയിലുള്ള ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിക്കളയാണ് ബെറ്റർ കേട്ടോ. കാരണം പൊട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴാണ് അതൊരു മേജർ ഇഷ്യൂലേക്ക് വന്നതെന്നുള്ള ദിവസം പറയാൻ പറ്റില്ല. കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ തന്നെ മാറ്റിക്കളയാണ് ഏറ്റവും സേഫ്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി, അതനുസരിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഐസൊലേറ്റർ കേബിൾ, ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല. കാർബറേറ്ററിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ അഴിക്കുന്നില്ല. ജന സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല, നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ട കേസാണ്. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞാൽ ഈ ASP എന്ന് പറയുന്നത് ഇവിടെ ഒരു പൈപ്പ് കൂടെ കട്ടായിട്ട് കേട്ടോ, അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ ഈ സൈഡിൽ. അതല്ലെങ്കിൽ കുറച്ചധികം പൊട്ടിയിട്ട് ഒരു പതറി സൗണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. പിന്നെ ഈ പറഞ്ഞ പോലെ ഹെഡിൻ്റെ ഭാഗത്തൊന്നും വേറെ പ്രോബ്ലം ഇല്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബ്രേക്ക് ലൈനറൊക്കെയാലും പുതിയ ലൈനർ വലിയ പഴക്കമായിട്ടില്ല, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിലത്തെ ആയാലും ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതും ഇരിക്കുന്നത് 2025 ബാറ്ററിയാണ്, ബോഷിൻ്റെ ബാറ്ററിയാണ് കേട്ടോ. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, വോൾട്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈ ഹാൻഡിൽ കവർ, ഹെഡ്ലൈറ്റിൻ്റെ കവറിൻ്റെ ഭാഗത്ത് ഇവിടെ പൊട്ടിയിട്ട് ഒരു പ്രാവശ്യം റിബേറ്റൊക്കെ ചെയ്ത് പിടിപ്പിച്ചാണ് കേട്ടോ. ചെറിയൊരു ജെർക്കിങ് ഫ്രണ്ട് സൈഡിൽ നിന്നുണ്ട്. പിന്നെ ഈ മൺകാട് ഫ്രണ്ട് ടയറിന് ടച്ച് ആവുണ്ടായിരുന്നു, അത് ഗട്ടറി ചാടുമ്പോൾ ഒരു ഉറച്ചിൽ സൗണ്ട് കാണിച്ചുകൊണ്ട് നൈറ്റിയാണ്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കിടാം. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ പിന്നെ നമുക്ക് മാറ്റാം, കാരണം ഞാൻ ഏകദേശം കളർ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഓയിലും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ നിലവിൽ നമുക്ക് ജന സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളേ ഉള്ളൂ, വേറെ അങ്ങനെ മേജറായിട്ടുള്ള ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ആ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.